ഓക്കെ, അപ്പൊ നമ്മുടെ ട്രേഡിങ്ങിന്റെ ഫസ്റ്റ് സെഷനും ടെക് ആൻഡ് ട്രേഡിന്റെ സെക്കൻഡ് സെഷനും ആണ് ഇന്ന്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ സെഷനിൽ നമ്മൾ ട്രേഡിങ്ങിന്റെ ഇൻട്രോ ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ടെക് ആൻഡ് ട്രേഡിന്റെ ഇൻട്രോ ആണ് നമ്മൾ പഠിച്ച് നോക്കിയത്. ലൈക്ക് എന്താണ് ടെക് ആൻഡ് ട്രേഡ്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, എങ്ങനെ അത് അതില് നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രേഡിംഗ്. നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന വേർഡ് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് പോലും ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷനാണിത്. എന്താണ് ട്രേഡിംഗ്, എങ്ങനെയാണ് ട്രേഡിംഗിൽ നമ്മൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം. ഓക്കെ, ദെൻ ഏതൊക്കെ മാർക്കറ്റുകൾ ഉണ്ട്, ഏതൊക്കെ മാർക്കറ്റാണ് ശരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ടൈപ്പ് ഓഫ് മാർക്കറ്റ് അല്ല ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ട്രേഡിംഗ്, ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ് ആൻഡ് ടൈപ്പ് ഓഫ് ട്രെൻഡ്സ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ടെക്നിക്കൽ ടേംസുകളൊന്നും കേട്ട് നിങ്ങൾ ഇത് പഠിക്കാൻ ഭയങ്കര വലിയൊരു സംഭവമാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നോക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് ചോദിക്കുക. ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രേഡിങ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആം, എന്താ പറയാ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ, അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക, അതിനെ നമ്മൾ ട്രേഡിംഗ് എന്നാണ് പറയാം. അപ്പൊ നമ്മളൊരു ഒരു ഫോൺ വാങ്ങിച്ചു. ആ ഫോൺ വാങ്ങിച്ചിട്ട് നമ്മൾ എന്താ, ഈ ഫോൺ കുറച്ച് കഴിഞ്ഞിട്ട് വിൽക്കാണ്. വിൽക്കുമ്പോൾ നമ്മൾ ഒരു ട്രേഡിംഗ് ആണ് ചെയ്യണത്. ഈ ശരിക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞ കച്ചവടം, അതായത് ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക, അതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ പ്രോഫിറ്റബിൾ ട്രേഡർ, ലോസ് ട്രേഡർ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിച്ചു, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിച്ചു. ഞാനൊരു ഒരു ആപ്പിളിന്റെ ഒരു ഫോൺ വാങ്ങിച്ചു. അത് എനിക്ക് ഒരു 50,000 ആയി. ഞാനത് റീസെല് ചെയ്തു. റീസെല് ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിച്ചത് 50,000, 50,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. വിൽക്കുന്നത് 51,000, അല്ലെങ്കിൽ 51,000 രൂപയ്ക്കാണ് വിൽക്കണമെങ്കിൽ എനിക്ക് 1,000 രൂപ ലാഭമാണ്. ഞാനൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആണ്. അത് 49 ആണെങ്കിൽ 45-നൊക്കെ ആവും ചിലപ്പോൾ, നമ്മൾ യൂസ് ചെയ്തല്ലേ. അപ്പൊ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ റേറ്റ് കുറയും. അപ്പോൾ യൂസ് ചെയ്ത് റേറ്റ് കുറഞ്ഞ് ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു 45,000 വിൽക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എനിക്ക് 5,000 രൂപ ലോസ് ആണ്. അതിന് നമ്മൾ ലോസ് ട്രേഡർ എന്നും പറയും. ശരിക്കൊരു കച്ചവടം എങ്ങനെയാണോ അത് നമ്മൾ ഓൺലൈനിൽ എങ്ങനെ ചെയ്യുന്നു, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിസ്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു വെണ്ടറിനെ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ കസ്റ്റമറിനെ കണ്ടുപിടിക്കേണ്ട, അതൊന്നും ചെയ്യേണ്ട. മാർക്കറ്റ് റെഡി ടു ബൈ ആൻഡ് റെഡി ടു സെൽ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. അതാണ് ഇതിന്റെ ഒരു യൂണിക്നെസ് എന്ന് പറയുന്നത്. എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം, എപ്പോൾ നിങ്ങൾ പ്രോഫിറ്റിൽ ട്രേഡ് ക്ലോസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ട്രേഡിങ്ങിൽ ആ കൂടി ഒരു ഹാർഡസ്റ്റ് പോർഷൻ ഉള്ളൂ. അത് നമ്മൾ പഠിക്കും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ളതിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ചാർട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നു, എന്തെങ്കിലും ഒരു സാധനം വിൽക്കുന്നു. അത്രേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ, അപ്പൊ നമ്മൾ ട്രേഡിംഗ് എന്താന്ന് പഠിച്ചു. ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുക, അതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റ്. ടൈപ്പ് ഓഫ് മാർക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന സാധനത്തിനനുസരിച്ച് മാർക്കറ്റിനെ ഡിഫറെന്റ് നെയിമിൽ നമ്മൾ അറിയപ്പെടും. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അവിടെ പച്ചക്കറി വാങ്ങിക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ, പച്ചക്കറി കട. നമ്മൾ ഈ പഞ്ചസാരയും അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പൊക്കെ വാങ്ങിക്കുന്നത് എന്താ, സ്റ്റേഷനറി കട. പിന്നെ നമ്മൾ സ്വർണം വാങ്ങിക്കാൻ പോകുന്നത് ജ്വല്ലറി. അപ്പോ എന്ത് സാധനാണോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്, ഞാൻ ഇനിയിപ്പോ വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്നുള്ള വേർഡ് ഞാൻ അവിടുന്ന് മാറ്റാണ്. എന്ത് സാധനാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്, ആ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ പേരില് വ്യത്യാസം വരും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ മറ്റേ പലചരക്ക് കടയിലൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, ജോസ് ട്രേഡേഴ്സ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ട്രേഡിംഗ് നടക്കുന്ന സ്ഥലം കൂടിയാണ്. അവിടെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഡിജിറ്റലി ആണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് അതിനനുസരിച്ച് ആ ട്രേഡ് ചെയ്യുന്ന സ്ഥലത്തിന് പേരിൽ വ്യത്യാസം വരും. അതാണ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇനി ഫസ്റ്റ് മാർക്കറ്റ് പറയാം.
ഇതില് മെയിൻ ആയിട്ട് 4 മാർക്കറ്റുകളാണുള്ളത്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലൊക്കെ അറിയാം. ഇന്ത്യയില് അപ്പോൾ NSE ഉണ്ട്, BSE ഉണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് അതിനെ കോമൺ ആയിട്ട് പറയാം. അതിൽ NSE, BSE ഈ രണ്ട് ഇതാണുള്ളത്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇനി സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളുടെ ഷെയർ. കമ്പനികൾക്ക് ചിലപ്പോൾ കമ്പനികൾ അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് പൈസ ഇല്ലെങ്കിൽ ഇത്തരം ഷെയറുകൾ വിറ്റിട്ടാണ് അവര് ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുക. അപ്പോ ക്യാപിറ്റല് കണ്ടുപിടിക്കുക. അപ്പോ അത്തരം മാർക്കറ്റുകളെ പറയുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഫോറക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ പമ്പ് ചെയ്യുന്നതും ഫോറക്സിലാണ്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ കറൻസി. അതായത് നിങ്ങളിപ്പോ 1 രൂപ ഇവിടെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 1 രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഇതും എന്താ ട്രേഡിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ മെയിൻലി ഫോറക്സിൽ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു 100 രൂപയുണ്ട്. നമുക്ക് പുറത്തേക്ക് പൈസ അയക്കണം, അല്ലെങ്കിൽ ആലിബാബ എന്നൊരു സാധനം വാങ്ങിക്കണം. അപ്പൊ നമ്മൾ ആ സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ INR അവിടെ എടുക്കില്ല. INR എന്ത് ചെയ്യും? നമ്മൾ അയക്കുമ്പോൾ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ എന്താണ് ചെയ്തത്? INR ഞാൻ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ആള് ഇന്ത്യൻ പൈസ കൊടുത്തിട്ട് ഡോളർ വാങ്ങിച്ചു. $1 കിട്ടണമെങ്കിൽ 88 രൂപ കൊടുക്കണം. അങ്ങനെ 88 രൂപ കൊടുത്തിട്ട് $1 വാങ്ങിച്ചു. അപ്പൊ അവിടെ നടന്നിട്ടുള്ള ഈ കച്ചവടത്തിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയാ. അങ്ങനെ രാജ്യങ്ങളുടെ കറൻസികൾ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയാ. ക്ലിയർ ആണോ അത്? ഫോറക്സ് എന്താന്ന് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇനി ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ക്രിപ്റ്റോ. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ, പിന്നെ എതേരിയം, ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ ആക്ച്വലി ഒരു അൺസ്റ്റേബിൾ മാർക്കറ്റ് ആണ്. പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ക്രിപ്റ്റോയാണ്. ട്രേഡ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ടാസ്കിയാണ്. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും സൂപ്പർ ഇപ്പൊ ക്രിപ്റ്റോ ആണ്. ഓക്കെ, സ്റ്റോക്ക് ഓൾസോ. ദെൻ കൊമോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്, കൊമോഡിറ്റി ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സിന് ഏറ്റവും ക്രേസി ആയിട്ടുള്ള മാർക്കറ്റാണ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലത്തെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഗോൾഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വെയിറ്റ് ആണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക്, ഫോറക്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഗോൾഡ് ട്രേഡേഴ്സിന്, നിങ്ങൾക്ക് ഇപ്പൊ ഗോൾഡ് ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്കില്ല് യൂസ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആ സ്കില്ല് യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കൊമോഡിറ്റിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, US ഓയിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ആൾക്കാർ ട്രെൻഡിങ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗോൾഡ് ട്രേഡിങ്. അത് കഴിഞ്ഞിട്ടാണ് ഫോറക്സ് ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ക്രിപ്റ്റോ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൊമോഡിറ്റിയിൽ ഗോൾഡ് ആണ്. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനികളുടെ ഷെയറുകളാണ്. ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളുടെ കറൻസികളാണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസികളാണ്. കൊമോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, കോപ്പർ, അങ്ങനത്തെ സാധനങ്ങളാണ് കൊമോഡിറ്റി. ഇവിടെ എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നത് ട്രേഡിംഗ് എന്ന് പറഞ്ഞത്, എന്തെങ്കിലും ഇപ്പോ കൊമോഡിറ്റിയിലാണെങ്കിൽ ഗോൾഡ് വിൽക്കുക അല്ലെങ്കിൽ അത് സെല് ചെയ്യുക. ക്രിപ്റ്റോയിലാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി വിൽക്കുക, അത് സെല് ചെയ്യുക, സോറി, ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല് ചെയ്യുക. ഫോറക്സ് ആണെങ്കിൽ രാജ്യങ്ങളുടെ കറൻസി വാങ്ങിക്കുക, സെല് ചെയ്യുക. ദെൻ സ്റ്റോക്കിലാണെങ്കിൽ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുക, സെല് ചെയ്യുക. മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ റേറ്റിൽ വിൽക്കുക. സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്ട് ആണ്. ആക്ച്വലി സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എന്താണ് സെല്ലിംഗ് എന്ന് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. ദെൻ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യുക? ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ സെല് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തേങ്ങ, ഇപ്പൊ വീട്ടില് നമ്മുടെ അമ്മ തൊട്ടടുത്ത ചേച്ചിക്ക് ഒരു 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
നമ്മുടെ തൊട്ടടുത്ത മാർക്കറ്റിൽ ഇത് 15 രൂപയാണ് റേറ്റ് എങ്കിൽ നമ്മളിത് മനസ്സിലാക്കുകയാണ്, ഇത് ഈ സാധനം 10 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം മാർക്കറ്റിൽ അല്ലെങ്കിൽ വീടിന്റെ തൊട്ടടുത്തുള്ള കടയിൽ 15 രൂപയ്ക്ക് എടുക്കാൻ ആള് റെഡിയാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഒരു 1000 രൂപയായിട്ട് അമ്മയുടെ അടുത്ത് പോവാണ്. 100 തേങ്ങ വാങ്ങിച്ചു. അത് ചേച്ചിക്ക് കൊടുത്ത ആ റേറ്റിന് നമ്മൾ 100 തേങ്ങ വാങ്ങിച്ചു. നേരെ പോണു. എന്ത് ചെയ്യുന്നു? കടക്കാരന് കൊടുക്കുന്നു. അവിടെ 15 രൂപയാണ്. 100 തേങ്ങയ്ക്ക് 5 രൂപ വെച്ചിട്ട് 500 രൂപ നമുക്ക് ലാഭം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അവിടെ റേറ്റ് കൂടുതലാന്ന് നമ്മൾ കേട്ടറിഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സാധനം നമ്മളിവിടെ ഒരു ട്രേഡ് നടത്തി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി. പക്ഷെ അതേസമയം നമ്മൾ ഇത്തരത്തിലുള്ള ലൈവ് മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യും? അപ്പോൾ ഈ ലൈവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് അനാലിസിസ്, അതായത് എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ ഇത് വിൽക്കണം, അത് അറിയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് അനാലിസിസ് ആണ്. ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്, സിമ്പിൾ ആണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ കുറെ പേര് ഈ സ്ക്രീനിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്, കുറെ ചാർട്ടിന്റെ മുമ്പിലും സ്ക്രീനിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ അനാലിസിസ്, ന്യൂസ് ബേസ്ഡ് ആയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൊറോണ വന്നു, എല്ലാ സ്റ്റോക്ക് ഇടിഞ്ഞു, എല്ലാ മാർക്കറ്റ് ഇടിഞ്ഞു, ഫോറക്സ് ഇടിഞ്ഞു, എല്ലാതും ഇടിഞ്ഞു. അപ്പൊ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ, ഇപ്പൊ കൊറോണ വരണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ ന്യൂസുകൾ എഫക്ട് ചെയ്യുന്ന ന്യൂസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയും, ഒരു യുദ്ധം വരാന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ കറൻസികൾ ഇടിയും, അവിടുത്തെ സ്റ്റോക്കുകൾ ഇടിയും. അപ്പോൾ ന്യൂസ് ബേസ്ഡ് ആണ് ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുക. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡുകളാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുക. അത് ചിലപ്പോൾ നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു 1 മന്ത് മൂവ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ടെക്നിക്കലി മൂവ് ചെയ്യും. ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിലാണുള്ളത്. ടെക്നിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലാപ്പോ അല്ലെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്ത് ആ ചാർട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ. നമുക്ക് ഓക്കെ, നമുക്കിത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ടെക്നിക്കലി പിന്നെ നമ്മുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് വളരെ സിമ്പിൾ ആണ്. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ന്യൂസ് ഓണിലെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഈ രണ്ട് മെത്തേഡുകളാണുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ടെക്നിക്കൽ മെത്തേഡ്സ് ആണ്, ചാർട്ടൊക്കെ നോക്കിയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ. ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഹാർഡായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ക്ലിയർ അല്ലേ പറയുന്നത്? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യുക, ചോദിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് അനാലിസിസ് പഠിച്ചു. അപ്പൊ നമ്മൾ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ടെക്നിക്കൽ മെത്തേഡ് വേണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ടമെന്റൽ മെത്തേഡ് വേണം. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ഫേവർ ചെയ്യുന്നത് ടെക്നിക്കൽ മെത്തേഡ്സിനാണ്. കാരണം നമുക്ക് ട്രേഡിംഗ് ആണ് വേണ്ടത്, ഇൻവെസ്റ്റിംഗ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്നിക്കൽ മെത്തേഡ് ആണ്. അപ്പൊ ഫസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ മെത്തേഡ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാനാണ് പോകുന്നത്. ഓക്കെ. നമ്മളിങ്ങനെ ചാർട്ട് കണ്ടിട്ടുണ്ടാവും, ഇതേപോലത്തെ കുറച്ച് ചാർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചാർട്ടിൽ നോക്കിയാൽ ഇതാണ്, ഇവിടെ നിന്നാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ സാധാരണ നമ്മുടെ ഗ്രാഫ് ഒക്കെ വരയ്ക്കില്ലേ, എക്സ് വൈ ആക്സിസ്. ഓക്കെ. ഇവിടെ അതിന്റെ റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ, ഇവിടെ അതിന്റെ ടൈം ആണ് കാണിക്കുന്നത്. ഓക്കെ. നമ്മൾ ഈ പത്തിലൊക്കെ പഠിച്ച പോലെ ആ ഒരു ഗ്രാഫ് സെയിം. ഇവിടെ നമ്മുടെ റേറ്റ് ഉണ്ടാവും, അതിന്റെ അസറ്റിന്റെ റേറ്റ്. ഇതിപ്പോ ഒരു AUD/JPY എന്ന് പറഞ്ഞ ഒരു കറൻസി പെയറിന്റെ ആണ്. ഓക്കെ. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമുക്ക് ഇതൊരു പാനര റേറ്റ് കൂടുന്നതാണെന്ന് വിചാരിക്കാം. ഒരു പാനര റേറ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു പാനര റേറ്റ് കൂടുന്നതാണെന്ന് വിചാരിക്കാം. പാനർ റേറ്റ് നോക്കിയാൽ ഇവിടുന്ന് ഈ വാല്യൂ ഒന്നും നോക്കണ്ട, വേണ്ട, ഈ വാല്യൂ നോക്കിക്കോ. പാനർ റേറ്റ് ആദ്യം 82 രൂപയായിരുന്നു. 82 രൂപ, ഒരു 82.130 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇങ്ങനെ കയറി 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 82, 83 84, 85 അങ്ങനെ ദേ ഇങ്ങനെ കയറി 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 മാർക്കറ്റ് മേലോട്ടാണ് പോണത് അല്ലെ? മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇത്തരം മാർക്കറ്റുകളിനെ നമ്മൾ പറയുന്നതാണ് അപ് ട്രെൻഡ് മാർക്കറ്റ്. അപ് ട്രെൻഡ് മാർക്കറ്റ്, അതായത് ട്രെൻഡ് അപ്പാണ്. ഓക്കെ. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ് അപ് ട്രെൻഡ് മാർക്കറ്റ്. അതായത് ഇങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക്, മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. അതായത് ആ പാനർ റേറ്റ് കൂടി കൂടി കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു ബൈ കൊടുക്കുക. ബൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ പൈസ കയറും തോറും ഓക്കെ നമുക്കും ലാഭമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 82 രൂപയ്ക്ക് ഞാനൊരു 100 പേന വാങ്ങിച്ചു. ഇതിങ്ങനെ റേറ്റ് കൂടി റേറ്റ് കൂടി റേറ്റ് കൂടി 87 രൂപയായി.
82 രൂപയ്ക്ക് വാങ്ങിച്ച പെന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് കൊടുത്തു. 87 രൂപയ്ക്ക് കൊടുത്തു. അതായത് 81 വാങ്ങിച്ചിട്ട് 6 രൂപ ലാഭം. 100 പേനയാണ് ഞാൻ വാങ്ങിച്ചത്. 100 പേനമേ 6 രൂപ ലാഭം എന്ന് പറയുമ്പോൾ 600 രൂപ പ്രോഫിറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് അപ് ട്രെൻഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുക. അതായത് ഇതാണ് അപ് ട്രെൻഡ്. അതായത് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇത്തരം മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേരാണ് അപ് ട്രെൻഡ് മാർക്കറ്റ്. ഓക്കെ. ഇനി നമുക്ക് അപ്പൊ ഏറ്റവും ആദ്യത്തെ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് അപ് ട്രെൻഡ് മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മളൊരു ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ട്രെൻഡ് മാർക്കറ്റ് കിട്ടി. ഒരിക്കലും ഇതേപോലെ അപ് ട്രെൻഡ് മാത്രമായിരിക്കില്ല, ഏഹ് എല്ലാം മിക്സഡ് ആയിട്ടായിരിക്കും മാർക്കറ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു ഏരിയ അപ് ട്രെൻഡ് ആണ്. ദെൻ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് നോക്കിയേ. ഞാൻ പറഞ്ഞു നമ്മുടെ മാർക്കറ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇടത്തെ സൈഡിൽ നിന്നാണ്. ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്കാണ് ഇത് മൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു മാർക്കറ്റ് നോക്കിയാൽ ഇവിടുന്ന് തന്നെ 200 രൂപ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പ്രൈസ് ഉണ്ട് കേട്ടോ, 200 രൂപ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു സ്റ്റോക്കിന്റെ ആണ്. മാർക്കറ്റ് ഇങ്ങനെ വന്നു താഴ്ത്തിക്ക് വന്നു താഴ്ത്തിക്ക് വന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് താഴ്ത്തിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. മുന്നത്തെ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. സിമ്പിൾ. ഇത്ര തന്നെയുള്ളൂ. വേറെ നിങ്ങൾ ഭയങ്കര വലിയൊരു സംഭവം ഒന്നും വിചാരിക്കണ്ട. ഇതിനും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ദെൻ സൈഡ് വേസ് മാർക്കറ്റ്. സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരിക്കില്ല, ഡൗൺ ട്രെൻഡ് ഉണ്ടായിരിക്കില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയി താഴ്ത്തി ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ എന്താ പറയാ കൺസോൾഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തിങ്ങി കൂടിയിട്ട് ഇങ്ങനെ ആ ഒരു മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വേസ് ആയിട്ട് പോകും. മുകളിലോട്ടും പോലെയൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് പക്ഷെ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഒരു ഏരിയയിൽ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇത് പൊട്ടിച്ച് പോണില്ല, താഴത്തേക്ക് പോണില്ല, അങ്ങനെ ഒരു ഏരിയയിൽ നിൽക്കും. അത്തരം മാർക്കറ്റുകളിൽ നമ്മൾ പറയുന്ന പേരാണ് സൈഡ് വേസ് മാർക്കറ്റ്. ഇത്തരം മാർക്കറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രേഡ് ചെയ്യാൻ പാടില്ല. അത്തരം മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവാം, അല്ലാതെ അവിടെ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടായിരുന്നു. അപ്പൊ സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ പഠിച്ചു വയ്ക്കുക, സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനാണ് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ. ഓക്കെ. ഇത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇത് ശരിക്കുള്ള സ്ട്രക്ചർ ആണ്. ലൈക്ക് അതായത് മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് വന്നു, ദെൻ സൈഡ് വേസ് വന്നു, ദെൻ ഡൗൺവേർഡ് വന്നു. മൂന്ന് ട്രെൻഡും ഇവിടെ ഉണ്ട്. ആദ്യം മാർക്കറ്റ് അപ് ട്രെൻഡ്, ദെൻ സൈഡ് വേസ്, ദെൻ ഡൗൺ ട്രെൻഡ്. ഓക്കെ. അതിന് ഈ സ്ട്രക്ചർ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. നിങ്ങൾ കുറച്ചിശായിട്ട് പഠിച്ചാൽ മതി. ഒരുപാട് ഒരുമിച്ച് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി നമുക്ക് സ്ലൈഡ്സിലേക്ക് പോവാം. ഇത്രയുള്ള കേട്ടോ നമുക്ക് ഇന്ന്. ഇപ്പൊ ടൈപ്പ് ഓഫ് മാർക്കറ്റ്. ഓക്കെ. ട്രേഡിംഗ് എന്താണെന്ന് പഠിച്ചു. ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുന്നതിനാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു. ദെൻ ടൈപ്പ് ഓഫ് മാർക്കറ്റിലെ സ്റ്റോക്ക്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, ഈ 4 മാർക്കറ്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പനികളുടെ കമ്പനികളുടെ ഷെയറുകളാണ് സ്റ്റോക്കില്. ഫോറക്സ് എന്ന് പറയുന്നത് രാജ്യങ്ങളുടെ കറൻസികളാണ്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, എതീരിയം, അങ്ങനത്തെ സാധനങ്ങളാണ്. കൊമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ്, കോപ്പർ, സിൽവർ, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൊമ്മോഡിറ്റി എന്ന് പറയാം. ഏറ്റവും സൂപ്പർ സാധനമാണ് കൊമ്മോഡിറ്റി ട്രേഡിങ്. അതിൽ ഗോൾഡ് ആണ് ഏറ്റവും ഫേമസ് വൺ. ആൻഡ് ടു ടൈപ്പ് ഓഫ് അനാലിസിസ്. നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്? ഒന്ന് ടെക്നിക്കൽ അനാലിസിസും, രണ്ട് ഫണ്ടമെന്റൽ അനാലിസിസും. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാർട്ടൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ടമെന്റലി നമ്മൾ ട്രേഡ് ചെയ്യാം. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് അനാലിസിസിൽ ഫസ്റ്റത്തെ അനാലിസിസ് ആണ് നമ്മൾ ട്രെൻഡുകൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്പ് ആണ്, ഇതിനെ നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയും. ദെൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നോക്കിയ ഈ ഒരു ഏരിയ എന്നുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക വലത്തെ സൈഡിൽ നിന്ന് നോക്കി, ഇടത്തെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ വലത്തെ സൈഡിലേക്കാണ് നമ്മൾ മാർക്കറ്റ്. ഇതാണ് കറണ്ട് മാർക്കറ്റ്, ഇത് പ്രീവിയസ് മാർക്കറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആണ്, അപ്പൊ ഇതിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. ആൻഡ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരു സെക്ഷൻ ആണ് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സൈഡ് വേസ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്നൊക്കെ പറയും. അതായത് ഇതിനൊരു ട്രെൻഡ് ഉണ്ടായിരിക്കില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് പോകും. ഓക്കെ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ?
അപ്പൊ ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിന്റെ ഇൻട്രോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെഷൻ മുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള സെഷൻസ് തരാം. ഓക്കെ. നിങ്ങൾ ഒരുപാട് തലയിൽ കേട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രമായിട്ട് നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഒരു ഒരു ഹാർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ. ആർക്കും ഡൗട്ട്സുകളൊന്നുമില്ല? എല്ലാം ക്ലിയർ ആണ്? Yes, yes. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, കുറച്ചും കൂടി കോറിലേക്ക് നമുക്ക് കയറാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മീറ്റിംഗിലേക്ക് ഇതാണ്.